ആലപ്പുഴയിൽ ട്രെയിനിന് താഴെ മനുഷ്യന്റെ കൈ കണ്ടെത്തി. ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടാനിരുന്ന ധൻബാദ് എക്സ്പ്രസിന്റെ S5 കോച്ചിന്റെ താഴെയാണ് കൈ കണ്ടെത്തിയത്. ട്രെയിൻ തട്ടി മരിച്ച ആളുടേതെന്ന് നിഗമനം. ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണിത്. ആരുടെ കൈയാണെന്നാണ് ഇനി അറിയേണ്ടത്. എപ്പോഴാണിത് കണ്ടെത്തിയത്? എന്തെങ്കിലും നിഗമനങ്ങൾ റെയിൽവേ പോലീസിനുണ്ടോ? ാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഈ കൈ ഇപ്പോൾ ശസ്ത്രീയ പരിശോധനക്കായി കൊണ്ടുപോയിരിക്കുന്നത് S5 കോച്ചിന് താഴെയാണ് ഈ ഒരു കൈ കണ്ടെത്തിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ധൻബാദിലേക്ക്, അതായത് അസമിലെ ധൻബാദിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണിത്. ഏറ്റവും ദൈർഘ്യമുള്ള കേരളത്തിൽ നിന്ന് സഞ്ചരിക്കുന്ന ഏറ്റവും ദൈർഘ്യമുള്ള ഒരു ട്രെയിനിന്റെ ആണിത്. അതുകൊണ്ട് തന്നെ ഏത് ഭാഗം നിന്നാണ് കൈ കുടുങ്ങിയത്, അല്ലെങ്കിൽ ആരുടേതാണ് ഈ കൈ എന്നതിനെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാലിന്റെ കഷ്ണം ഉൾപ്പെടെയുള്ള കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഭ്രൂണത്തിന്റെ ഒരു അവശിഷ്ടമൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം, ഒരു മൃഗശീലി നമുക്ക് കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടുന്നാണ് കുടുങ്ങിയത്, അല്ലെങ്കിൽ എവിടുന്നാണ് ഈ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വിവരമല്ല. രാവിലെ ധൻബാദിലേക്ക് ഇന്നലെ രാത്രിയാണ് ഈ ട്രെയിൻ ആലപ്പുഴയിലെത്തിയത്. തുടർന്ന് ഇന്ന് രാവിലെ ധൻബാദിലേക്ക് പുറപ്പെടാൻ വേണ്ടി അതിന്റെ ചെക്കിംഗ് ഒക്കെ നടക്കുന്ന സമയത്താണ് S5 കോച്ചിന് താഴെ കൈ കണ്ടെത്തുന്നത്. പിന്നീട് S5 കോച്ച് വേർപെടുത്തിയ ശേഷം ആണ് ട്രെയിന് ധൻബാദിലേക്ക് ഇന്ന് പുറപ്പെട്ടത്. ശരി ഫൈസൽ.